നമസ്കാരം. പ്രവാസികളും പ്രവാസി ധനവും കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയുടെ നാഴികക്കല്ലുകളാണെന്ന് പറയാതെ വയ്യ. 2018 കണക്കുകൾ പ്രകാരം ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്ന 2.12 മില്യൺ മലയാളികളിൽ 9.2% കുടിയേറിയിരിക്കുന്നത് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലേക്കാണ്. അതിൽ തന്നെ 3 പ്രവാസികളിൽ ഒരാളെന്ന അനുപാതത്തിൽ UAE-യിലേക്കാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ കുടിയേറിയത്. വിരമിക്കുന്നതോടെ പലരും നാട്ടിലേക്ക് മടങ്ങുന്നുണ്ടെങ്കിലും സ്വന്തം ബിസിനസ് ഉള്ളവരും കുടുംബങ്ങളിലെ മറ്റംഗങ്ങളും ഇവിടെ തുടരുന്നുണ്ട്. എന്നാൽ പ്രായം കൂടുന്തോറും ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കുന്നതിനാൽ ചികിത്സയ്ക്ക് പലർക്കും നാടുകളിലേക്ക് തന്നെ പോകേണ്ട സ്ഥിതിയാണ്. നാട്ടിലെ ആശുപത്രി സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വലിയ തുകയാണ് UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ. ഇൻഷുറൻസ് പ്രീമിയം തുക താങ്ങാനാവാത്ത സ്ഥിതിയാണ് 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക്. പ്രായം കൂടുന്തോറും രോഗങ്ങളും ഡോക്ടറെ കാണുന്നതിന്റെ എണ്ണവും ഒക്കെ വർദ്ധിക്കും. മരുന്നും ഡോക്ടറുടെ ഫീസും നല്ലൊരു തുകയാകും. ഇതിനൊപ്പം രക്തപരിശോധനയോ ശസ്ത്രക്രിയയോ വേണ്ടി വന്നാൽ സമ്പാദ്യം മുഴുവൻ കൂട്ടിവെച്ചാലും മതിയാകാത്ത അവസ്ഥയാണ്. ഇതിനാൽ വിദഗ്ധ ചികിത്സ വേണ്ടവർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാവുകയാണ്. മുതിർന്ന പൗരന്മാർക്ക് എല്ലാ ചികിത്സയും ഉൾപ്പെടുന്ന ഇൻഷുറൻസിന് കുറഞ്ഞത് 11,000 ദിർഹമെങ്കിലും വേണം. ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സയ്ക്ക് 1 ലക്ഷം ദിർഹത്തിൽ കുറയാത്ത പ്രീമിയം നൽകേണ്ടി വരും. ഇടത്തരം വരുമാനക്കാരായ വയോജനങ്ങൾക്ക് കുറഞ്ഞ പ്രീമിയം ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അതിന്റെ പരിരക്ഷ പരിമിതമാണ് എന്നാണ് അറിയുന്നത്. വിസ നടപടിക്രമങ്ങൾക്ക് എല്ലാ എമിറേറ്റുകളിലും ഇൻഷുറൻസ് നിർബന്ധമാക്കിയതോടെ തൊഴിലിൽ നിന്ന് വിരമിച്ച് രാജ്യത്ത് തങ്ങുന്നവർക്ക് ഇൻഷുറൻസ് അനിവാര്യമായി. 65 വയസ്സ് കഴിഞ്ഞവർക്ക് മരുന്നിന് തന്നെ മാസം തോറും നല്ലൊരു തുക വേണം. പണം നൽകി വാങ്ങാനാണെങ്കിൽ ബഡ്ജറ്റിന്റെ താളം തെറ്റും. ഇൻഷുറൻസിനെ ആശ്രയിച്ചാൽ വൻതുക പ്രീമിയം നൽകേണ്ടി വരും. പ്രീമിയം തീരുമാനിക്കും മുമ്പ് അപേക്ഷകന്റെ ആരോഗ്യസ്ഥിതിയും ഇൻഷുറൻസ് കമ്പനി പരിശോധിക്കും. ചില സാഹചര്യങ്ങളിൽ മെഡിക്കൽ റിപ്പോർട്ടും ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടാറുണ്ട്. പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയും രോഗങ്ങളും എല്ലാം പ്രവാസികളെ വല്ലാതെ വലയ്ക്കാറുണ്ട്. പ്രവാസി സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് ആരോഗ്യ സംരക്ഷണം തന്നെയാണ്. ജീവിതത്തിന്റെ വലിയൊരു പങ്കും മരുഭൂമിയിൽ ചെലവിട്ട് ഒടുവിൽ വീടണയണമെന്നുള്ള ആഗ്രഹത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട പല പ്രവാസികളുടെയും കഥ നാം കേട്ടിട്ടുണ്ട്. നല്ലൊരു ശതമാനം പ്രവാസികളും സ്വന്തം കുടുംബത്തെ നാട്ടിൽ നിർത്തിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ജീവിതം ഒന്ന് കരക്കെത്തിക്കാനുള്ള ഓട്ടത്തിനിടയിൽ എല്ലാവരും മറക്കുന്ന ഒന്നാണ് സ്വന്തം ശരീരവും അതിന്റെ നിലനിൽപ്പും. അമിതമായ ടെൻഷൻ, ക്രമമല്ലാത്ത ഭക്ഷണ രീതി, ഉറക്കക്കുറവ്, ശരീരത്തിന് വിശ്രമം നൽകാതിരിക്കൽ, കൃത്യമായ വ്യായാമം ഇല്ലാതിരിക്കൽ ഇവയെല്ലാം പ്രവാസിയെ അതിവേഗം രോഗങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ കുറച്ചുകാലം പ്രവാസിയാകുന്നത് ശിഷ്ടകാലം നാട്ടിൽ കഴിയാനാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും പ്രവാസിയാകാൻ വിധിക്കപ്പെട്ട് തടവിലെന്ന പോലെ അവന് കഴിയേണ്ടി വരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.